അപ്പോൾ നമ്മൾ റെയിൽവേ മ്യൂസിയത്തിന്റെ അടുത്തെത്തി. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് റെയിൽവേ മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇതേ ടിക്കറ്റ് ഒക്കെ എടുത്ത് എൻട്രി അകത്ത് കയറിയിട്ട് വൈഷു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 രൂപയല്ല കേട്ടോ, അഡൾട്ടിന് 50ഉം ചിൽഡ്രൻ 20ഉമാണ്. എൻട്രി ടിക്കറ്റ് കിട്ടി, അവിടെ ചെക്ക് ചെയ്തിട്ടേ അകത്ത് കയറ്റുള്ളൂ കേട്ടോ. കയറി വരുന്ന ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഡൽഹിയിലുള്ള റെയിൽവേ മ്യൂസിയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് മൈസൂരാണ്. അതിനുശേഷമാണ് ബാക്കി വരുന്ന റെയിൽവേ മ്യൂസിയങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ പല ഹിസ്റ്ററി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പഴയ ടൈപ്പ് ട്രെയിനുകളും എല്ലാം ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. സാധാരണ ദിവസങ്ങളിൽ ടോയ് ട്രെയിൻ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് നമ്മുടെ നിർഭാഗ്യവശാൽ ഇന്ന് ടോയ് ട്രെയിൻ വർക്കിംഗ് അല്ല. അല്ലെങ്കിൽ പിള്ളേർക്കായിട്ടും മുതിർന്നവർക്കായിട്ടും ഇവിടെ ട്രെയിൻ സർവീസ് ഉണ്ട്, ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട് ബൈ ബാറ്ററി ഉള്ളത്. ഞാനീ നിൽക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ഈ ട്രെയിനിന് വല്ലാത്തൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 1933 ബാംഗ്ലൂർ റെയിൽവേസ് വാങ്ങിയ ഒരു ട്രെയിനാണിത്. ഈ ട്രെയിൻ വാങ്ങിയത് 36,340 രൂപക്കാണല്ലേ. എന്തായാലും ആ പൈസക്ക് എന്തെങ്കിലും കിട്ടുമോ ഇപ്പോൾ. ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂർ തുംകൂർ സെക്ഷനിലാണ്. എൻ്റെ ബാക്കിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന എൻജിൻ കണ്ടോ, ദേ ബ്ലൂ എൻജിൻ. ആ എൻജിൻ ഇംഗ്ലണ്ടിലുണ്ടാക്കി അതിന് ശേഷം മൈസൂർ റെയിൽവേസ് വാങ്ങിയതാണ്. 1922 അത് സർവീസിലുണ്ടായിരുന്നത്. യലഹങ്ക റൂട്ടിലാണ് അത് സർവീസ് നടത്തിയിരുന്നത്. 57,741 രൂപയ്ക്കാണ് കേട്ടോ ആ ട്രെയിൻ വാങ്ങിയത്, ആ ട്രെയിനിൻ്റെ എൻജിൻ വാങ്ങിയത്. ഈ ചില്ലറ പൈസയുടെ കണക്കെന്താ അല്ലേ, എനിക്ക് മനസ്സിലാവണല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ ഓടുന്ന ടോയ് ട്രെയിൻ. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ടോയ് ട്രെയിൻ അവർ സർവീസിൽ നടത്തുന്നില്ല, അതായത് ഇന്നിത് ഓടുന്നില്ല. അതാണ് നമുക്ക് ചുമ്മാ കയറി ഇരിക്കാനേ പറ്റുള്ളൂ. മൈസൂർ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ റെയിൽവേ മ്യൂസിയം. മൈസൂർ വരുന്നവർ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒത്തിരി ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ മോഡൽ റെയിൽസും പിന്നെ ടോയ് ട്രെയിനും എല്ലാം ഉണ്ട്. എല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് പോവാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വലിയൊരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ പല സ്ഥലത്തായിട്ട് പല ലോക്കോമോട്ടീവുകൾ വെച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പല ഭാഷയിൽ. ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, കന്നഡയുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പണ്ടത്തെ ഈ റെയിൽവേ ഈ ട്രെയിനൊക്കെ. അപ്പോൾ ഇവിടെ സാധാരണ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇന്നിപ്പോൾ ദസറ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ച് തിരക്ക് കുറവുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദസറ ഹോളിഡേയ്സിൽ മൈസൂർ വരാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല റഷായിരിക്കും, പ്രത്യേകിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനൊക്കെ കണ്ടിട്ട്. വൈഷുവിനും ഈ ടോയ്സിൽ തന്നെയാണെങ്കിലും ട്രെയിനാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊക്കെ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ് അവൻ. ലോക്കോമോട്ടീവ്സിന്റെ കൂടെ ഓസ്റ്റിൻ 7 മോഡൽ കാറും പ്രദർശനത്തിനുണ്ട്. ശരിക്കും ഈ കാർ റോഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ പിന്നീട് ടയറൊക്കെ മാറ്റി ട്രാക്കിൽ ഓടാൻ പറ്റുന്ന രീതിയിലാക്കി. ഈ കാറാണ് ഇൻസ്പെക്ഷൻ ഒഫീഷ്യൽസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്തിരുന്നത്. പോപ്പുലർ ബ്രിട്ടീഷ് കാർ മാനുഫാക്ചറർ കമ്പനി ആയിട്ടുള്ള ഓസ്റ്റിൻ മോട്ടോർ കമ്പനിയാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ ഇരിക്കുന്ന ഈ ട്രെയിൻ 1993 യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റീം ലോക്കോമോട്ടീവ്സിൽ ഒന്നാണിത്. വൈഷു ഇതൊക്കെ തൊട്ടും തലോടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുണ്ട് ഈ ചെറുക്കം വീണാലോ എന്ന് ഓർത്തിട്ട്. ഇതാണ് നേരത്തെ കണ്ട ട്രെയിനിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ അകത്ത് കൽക്കരിയുടെ എഞ്ചിനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ആട്ടോ താഴത്തുനിന്ന് ഈ ട്രെയിൻ. പണ്ടത്തെ സിനിമയിലൊക്കെ കൽക്കരി കോരിയിടണം കാണിക്കൂലേ ഇങ്ങനെ ഷവലിന്, അതെന്താ സംഭവം എന്നറിയോ? ഇവിടുന്ന് ഇങ്ങനെ കോരുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഇടുക, അപ്പോൾ ഇവിടെ ഇങ്ങനെ കത്തും, എന്നിട്ട് ട്രെയിൻ ഇങ്ങനെ ഓടും. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്താണ് കൽക്കരിയുടെ സ്റ്റോർ പണ്ടത്തെ ട്രെയിനിൻ്റെ ഉള്ളിൽ. വൈഷു ഇങ്ങനെ കോരും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടും. അതാണ് നമ്മൾ പണ്ടത്തെ സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റീം എറയിൽ ചില റെയിൽവേ സ്റ്റേഷൻസിൽ ഇതുപോലൊരു കുഴൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്കോമോട്ടീവ്സിൻ്റെ ഉള്ളിലേക്ക് ഓരോ സാധനങ്ങൾ നിറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പൈപ്പാണിത്. പിന്നെ ഇവിടെ പണ്ടത്തെ തടിയുടെ മറ്റേ റെയിലില്ലേ, അതുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നടക്കുന്ന ഏരിയ ഇതുപോലെ തന്നെ തടിയുടെ റെയിൽ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആ തടിയും പണ്ട് യൂസ് ചെയ്തിരുന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം കൂടെ ഉണ്ട് കേട്ടോ, എഞ്ചിനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചാണ്. പിന്നെ നട്ടും ബോൾട്ടും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, പണ്ടത്തെ റെയിൽവേ മാസ്റ്ററിനെ കണ്ട്. ഇവിടെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട പണ്ട് യൂസ് ചെയ്തിരുന്ന പല സാധനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ ഫോണ്, പണ്ടത്തെ ടിക്കറ്റ്, യൂണിഫോമുകൾ, സിഗ്നൽസ്,
പണ്ട് യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 1 to 2 hours സ്പെൻഡ് ചെയ്യാവുന്നതാണ് മൈസൂർ ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിന്. ഇന്ത്യൻ റെയിൽവേക്ക് വന്ന മാറ്റങ്ങളും വളർച്ചയൊക്കെ മനസ്സിലാക്കാൻ ഇതൊരു ബെസ്റ്റ് സ്ഥലമാണ്. മാത്രമല്ല ടോയ് ട്രെയിൻ സർവീസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞങ്ങളുടെ മൈസൂർ ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം റെയിൽവേ മ്യൂസിയം ആയിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ മൈസൂരേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈസൂരിൽ 1 day ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഏതൊക്കെ പ്ലേസസ് കവർ ചെയ്യാം, എൻട്രി ഫീസ്, ടൈമിങ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ എൻ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി കണ്ടു നോക്കൂ. എനിക്ക് പണ്ടത്തെ ട്രെയിനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വന്നത് മറ്റേ കാലാപ്പാനി സിനിമയും പിന്നെ പ്രിയദർശൻ്റെ പണ്ടത്തെ സിനിമകളില്ലേ കിലുക്കവും അതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ സിനിമയൊന്നും ഷൂട്ട് ചെയ്തത് മൈസൂരല്ല, എന്നാലും ഇതുപോലത്തെ ട്രെയിനുകളൊക്കെ അതിനകത്തുണ്ട്. അത് മാത്രമല്ല മൈസൂരിന്റെ 80കളുടെ സൗന്ദര്യം കാണിച്ചു തന്നൊരു മലയാളം മൂവിയാണ് നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതിനകത്ത് സോളമൻ സോഫിയെന്ന് സിറ്റിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന സീനിലൊക്കെ മൈസൂർ പാലസും അതുപോലെ തന്നെ മൈസൂരിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിലെ തന്നെ മൈസൂരിനെ പറ്റി എൻ്റെ ഉള്ളിൽ പതിഞ്ഞൊരു ഓർമ്മ ഇതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഇതേ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.